ഹലോ ഗേസ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാനൊന്ന് ഇവിടെ ഒരു പാർക്കുണ്ട്. അപ്പോൾ ഒന്ന് പാർക്കിൽ നിന്ന് പോയിങ്ങാണ്ട് ആ പാർക്കിലുള്ള അവസ്ഥ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ എന്താ യൂക്കാലിപ്റ്റിൻ്റെ മരം ഉണ്ടായിരുന്നു, അപ്പോൾ ഉണ്ടാവും നോക്കണം. ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് കാണിച്ചു തരാം. യൂക്കാലിപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പല്ലുവാനൊക്കെ ഉപയോഗിക്കണ്ടല്ലോ, അപ്പോൾ പച്ചമരുന്ന് വരുന്നത്. അപ്പോൾ അതുണ്ടാ നോക്കട്ടെ. അത് ചിലപ്പോൾ ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് പാർക്ക് കടക്കുന്ന എൻട്രൻസ് ആണ്. ഇവിടെ തന്നെ നല്ല ഇത് ഇവിടുത്തെ പതാക ഒക്കെ ഉയർത്താനുള്ളതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതൊക്കെ കാണുന്നുണ്ട്, നല്ല പച്ചയും ചുവപ്പും. നമ്മുടെ നാട്ടിലെ ലീഗും മാർക്കസ്റ്റുമാണ്. അങ്ങനത്തെ തൂണൊക്കെ ഉണ്ട്. ഇവിടെ നാഷണൽ ഡേ ടൈമിലൊക്കെ കൊടി ഉയർത്തലുണ്ടാവും. പിന്നെ ഇതിങ്ങോട്ട് നടക്കുന്ന സ്ഥലമാണ്. പിന്നെ അതേപോലെ ഇങ്ങോട്ട് നടക്കാനുള്ള സ്ഥലമുണ്ട്. അത് 2-3 ട്രാക്കായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇത് ഇവിടുത്തെ വേസ്റ്റ് ഡബ്ബ കേട്ടോ. വേസ്റ്റ് ഡബ്ബനെ കണ്ടില്ല, അത്യാവശ്യം നല്ല അതുമാതിരി കയ്യേറ്റ് പേരിലൊക്കെ ചൂണ്ടിയിട്ടുണ്ട്. പിന്നെ കണ്ണാട വെച്ചൊരു ആളുണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഏരിയയിലുണ്ട് ഇതാ ബാഡ് വി ത്രോ ഗാർബേജ്. ഇവിടെ നമ്മൾ വേസ്റ്റ് വെക്കുന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നല്ല തന്നെയാണ്. ഇത് പാർക്കിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. അവിടെ തന്നെ ഡോഗിന് നമ്മൾ അലോഡല്ല, ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് സിഗരറ്റ് അലോഡല്ല, അത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിലുള്ളത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ നമ്മളെ നീളം അളക്കാനുള്ളത് സ്കെയിലുണ്ട്. നീളം അളക്കാനാണ്. എത്ര നീളമുണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇവിടെ എന്തോ ഹൗ ടോൾ ആർ യു, നമ്മൾ ഹൈറ്റ് നോക്കാനുള്ളത്. ഇവിടെ നിൽക്കാനുള്ള സ്റ്റെപ്പിൻ്റെ അടയാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് കറക്റ്റ് നീളം അറിയാൻ പറ്റും. അപ്പം ഞാൻ എത്ര ഉണ്ടെന്ന് നോക്കാണ്. 170 അടുത്തുണ്ട്. എൻ്റെ ഹൈറ്റ് ഏകദേശം ഇവിടെ ഉണ്ട്. 168, 170 ആ ലെവലുണ്ട്. ഇത് പിന്നെ സ്പേസ് ഇതൊക്കെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ഒരുപാട് അങ്ങനെ ഉണ്ട് ഇവിടെ ഐറ്റംസുകൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കുട്ടികൾ കളിക്കുന്ന പാർക്കാണ്. പിന്നെ സ്കൂളൊക്കെ തുറന്നില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ടൈമിലൊന്നും ആരും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ നമ്മൾ ജോഗിങ് ചെയ്യണതാണ്. ഓരോരോ എക്സസൈസ് ചെയ്യാനുള്ള കേട്ടോ. കാലിനുള്ളതാണ്. കാലിന് വയറിന് നടക്കും. പിന്നെ ഇതോ ഇവിടെ നിന്നുണ്ട്, അപ്പുറത്തുനിന്നുണ്ട്, ഇതിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ ഇതൊക്കെ കുട്ടികൾ കയറി കളിക്കുന്നതാണ്. എനിക്കറിയില്ല. പിന്നെ കാറൊക്കെ കുറേ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ പഴതായിക്കണം. ചിലപ്പോൾ ഇതിന് കയറിയിട്ട് കാര്യം വീഴാൻ ചാൻസ് ഉണ്ട്. ഇതാണ് പാർക്കിലെ അവസ്ഥ. ഒരാൾ പോലും ഇല്ല. അപ്പുറത്തൊക്കെ നടക്കണൊക്കെ ഉണ്ട് ആൾക്കാരൊക്കെ. പിന്നെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാനുള്ള വേസ്റ്റ് ഡബ്ബയാണ്. പിന്നെ ഇപ്പുറത്ത് ഇതേപോലെ തന്നെ നമ്മൾ തിന്നുന്ന വേസ്റ്റ് ഇതൊക്കെ ഇടാനുള്ള തന്നെ കേട്ടോ. എല്ലാം നല്ല കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് എന്താ സംഭവം എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയിടാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു മരമുണ്ട്. ഇതെന്താണെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം. അത് നമുക്ക് ഇവിടെ അടുത്തൊന്നും കാണില്ല, പക്ഷെ വിട്ടാണ്. പിന്നെ ഇവിടെയൊക്കെ എന്താണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഇത് കളിക്കണ സ്ഥലം തോന്നുന്നുണ്ട്. അതേപോലെ കുറച്ച് അപ്പുറത്ത് ഇരിക്കണ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ടേബിളൊക്കെ ഇരിക്കാം. പിന്നെ ഇതാണല്ലേ മരത്തിന് ചുറ്റും വെച്ചിട്ടുള്ള ഇരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ മരത്തിന് തലയില്ല കേട്ടോ. തലൊക്കെ ഉണങ്ങി പോയിക്കണ്, ഇലകളൊന്നും ഇല്ല.
ഒന്നും കാണുന്നില്ല. ഇവിടെ വന്നാൽ ഒരുപാട് കളിക്കാനുള്ളുണ്ട് കുട്ടികൾക്ക്. ഇതിൻ്റെ പാമ്പും കൂണിയല്ല, ഇതൊന്ന് ഒച്ചിൻ്റെ ഫോട്ടോത്തുമ്മൽ നമ്പറൊക്കെ എഴുതിങ്ങാണ്ട് കളിക്കണതാണ്. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് കൈപ്പത്യവും കാൽപ്പത്യവും ഒരുപാട് കളിക്കണം. ഇതൊക്കെ വേറെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ കളിയെന്ന് അറിയില്ല. നാട്ടിൽ കാണാത്ത കളികളും ഇവിടെ കാണുന്നുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ കളിയായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടില്ല, പോവാനില്ല. ഇതിൻ്റെ അപ്പുറത്ത് റോഡാണ്. പിന്നെ ഇവിടെ ഈ മരങ്ങളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. ഇവിടെ ഒന്നും ഒന്നുമില്ല. ഇതൊക്കെ ഉണങ്ങിയിരിക്കണേ. ഇനിയിപ്പോൾ വെള്ളമില്ലായിട്ടും തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്ന സ്ഥലമാണ്. നടക്കുന്നിടത്ത് കണ്ടില്ല ഓരോ കളിക്കാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്പർ എഴുതിയിരിക്കുന്നു. പലതുകൊണ്ട് എല്ലായിടത്തും നമ്പർ എഴുതിയിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10 ഓരോരോ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെയൊക്കെ ഫുള്ളും മരങ്ങൾ തന്നെ ഉള്ളു, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. എല്ലായിടത്തും പിന്നെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ വെളിച്ചമില്ലാത്ത പ്രശ്നമില്ല. നടക്കുന്നിടത്തൊക്കെ വെളിച്ചമുണ്ട്. ആ മരങ്ങളൊക്കെ കണ്ടില്ല, എല്ലാം ഉണങ്ങി പോയിക്കണേ. ഒന്നുമില്ല, കംപ്ലീറ്റ് വില ഉണങ്ങി പോയിക്കണേ. പിന്നെ ഇതിൽ ഫുള്ള് മണലാണ്. പിന്നെ അതേപോലെ ഒരു ബോട്ടിൻ്റെ രൂപത്തിലൊക്കെ ഉണ്ടാക്കിയതാണ്, കുട്ടിയെ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേട്ടോ. ഫുള്ള് മണല്. ഇപ്പോഴത്തേക്ക് ഇതൊക്കെ മരങ്ങളൊക്കെ നല്ല വെച്ച് പിടിപ്പിച്ച് ഇവിടെ കണ്ടിട്ട് നോക്കാൻ നല്ല രസത്തിൽ കാണാൻ. ഒരു ഫോറസ്റ്റിൽ ചെന്നൊരു പിക്കനല്ലേ കാണാൻ. ഫുള്ള് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചാട്ടോ. മരങ്ങളൊക്കെ ഉണ്ടാവില്ല, എനിക്ക് മരങ്ങല്ലേ വെച്ച് പിടിപ്പിച്ചിട്ട് ഈ കുളത്തിലായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ യൂക്കാലിപ്റ്റിൻ്റെ മരം ഉണ്ടാവും. പക്ഷേ എവിടെയാണെന്ന് നോക്കട്ടെ, ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, ഉറപ്പ് വരാനില്ല. ചിലപ്പം കിട്ടും തപ്പിയാൽ. ഇതാണെല്ലാം തോന്നുന്നുണ്ട്. യൂക്കാലിപ്റ്റിൻ്റെ മരം കാണിച്ചേക്കാം. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് യൂക്കാലിപ്റ്റിൻ്റെ മരം. ഈ സാധനമാണ് ഇവർ കണ്ട. ഇതിപ്പോൾ ഈ ഇല ഉണങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും യൂക്കാലിപ്റ്റിൻ്റെ മരം കാണാത്തവരുണ്ടെങ്കിൽ ഈ സാധനമാണ്. ഇതിന് സ്മെല്ലുണ്ടെന്ന് അറിയില്ല, കഷ്ടം ഇല്ല, തോലിന് സ്മെല്ലില്ല. പക്ഷെ ഇതിൻ്റെ ഇല അത് ഉണങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇല, നീളത്തിലുള്ള ഇല ഉണ്ടാവല്. ഇതിന് പച്ച നല്ല സ്മെല്ലാണ്. ഉണങ്ങിയത് നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് ഉണങ്ങിയതിൻ്റെ നല്ല വാസന ഉണ്ട്. നല്ല വാസന ഉണ്ട്, യൂക്കാലിപ്റ്റിൻ്റെ വാസന ഉണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് കൊഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ മരം കണ്ടില്ല, നല്ല ഉണങ്ങിയിരിക്കണം, ഒന്നും ബാക്കിയില്ല, ഫുള്ളായിട്ട് ഉണങ്ങിയിരിക്കണം. അതിൻ്റെ പച്ചമരം ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കട്ടെ, ചിലപ്പോൾ ഉണ്ടാവും, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു മരം കൂടി കാണുന്നുണ്ട്. പക്ഷേ യൂക്കാലിപ്റ്റിനൊക്കെ വെള്ളമില്ലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അങ്ങനത്തെ മരമാണ്, നല്ല തണുപ്പുമാണ്. വേറൊരു മരമുണ്ട്, ഇതിമണ്ടില്ല ഇല ഒക്കെ ഉണങ്ങിയിരിക്കണേ, ഒക്കെ വെള്ളമില്ലായിട്ട് ഉണങ്ങിയാണ്. പക്ഷേ ഇല നല്ല സ്മെല്ലുണ്ട്. ഇതിന് ഇല പിന്നെ അടുത്ത് നോക്കി നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ യൂക്കാലിപ്റ്റിൻ്റെ മരം. അതേപോലെ നമുക്ക് അറിയാത്ത ഒരുപാട് ആവശ്യത്തെ ചെറുതായിട്ട് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും. പക്ഷേ എനിക്കൊന്നും നമുക്ക് ഫുള്ളായിട്ടൊന്നും അറിയില്ല ഏതൊക്കെയാണെന്നുള്ളതൊന്നും. ഇനി കണ്ടുപിടിക്കേണ്ടി വരും. ഞാൻ ഇട്ടത്തുകൂടെ ഞാൻ നടക്കുകയാണ്. ഇവിടെ പിന്നെ കാടിറങ്ങലും പേടിക്കാതെ നടക്കുക, നാട്ടിൽ പോലൊന്നുമല്ല, എത്ര ധൈര്യത്തിൽ നടക്കാം. അങ്ങനെ ഇവിടെ നിന്നല്ല, ഏകദേശം ഗൾഫ് രാജ്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ. നമുക്ക് നാട്ടിലെ പോലെ പേടിയാതെ നടക്കുക ഏത് കാട്ടിൽ കൂടെ. ഇവിടെ
ഒക്കെ ഉണ്ടായിട്ടില്ല. യൂക്കാലിപ്റ്റിൻ്റെ മരവും ഉണങ്ങിയിട്ടുണ്ട്, നല്ല ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലാഷ് എത്തിച്ചിട്ടില്ല, അതാണ് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടാവും. പാർക്കിൻ്റെ അങ്ങോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെടികളത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സാധനം നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. എന്താണ് നേരത്തെ അവിടെ കാണിച്ചെന്നില്ല. ഒക്കെ നമ്മൾ വിദേശത്തു നിന്ന് വരുന്ന ചെടികൾ തന്നെ ആവും. ഇവിടെ പല രാജ്യത്തു നിന്നായിട്ട് ഇതൊക്കെ പൊഴിച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പുറത്ത് അവിടെ ഉണ്ടല്ലേ റെഡിമെയ്ഡ് ടവർ വെച്ചിരിക്കണേ. ഇപ്പം ഇന്നലെ കൊടുന്ന് ഫിറ്റ് ചെയ്തതാണ് താൽക്കാലികമായിട്ട്. അതാണ് ഈ പാർക്കിൻ്റെ അവസ്ഥ. ഇവിടെ നിന്നാണ് ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല കുഴപ്പമൊന്നുമില്ല.